നമ്മളെല്ലാവരും കറികളൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന കറികൾ ഏതാണെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു കറിയാണേ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുമ്പളങ്ങ കൊണ്ട് ഈസി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറി അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കുമ്പളങ്ങയൊക്കെ ഓൾറെഡി നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാമ്പാറിനൊക്കെ അരിയുന്ന പോലെ വേണം നമ്മൾ അരിഞ്ഞെടുത്ത് വെക്കാൻ. ഇപ്പോൾ എടുത്തേക്കുന്ന കുമ്പളങ്ങ, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. വലിയൊരു ഉരുളക്കിഴങ്ങാണ്. അതുപോലെ ഒരു സവാള, ഇത്രയും കൂടി ഇട്ടിട്ട് ഒരുമിച്ച് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ സവാള ആദ്യം ഇട്ട് വഴറ്റാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുമ്പളങ്ങ ഇട്ടിട്ട് വഴറ്റാം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് വഴറ്റാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. കുമ്പളങ്ങ മാത്രം ഇട്ടിട്ടായാലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടപ്പോൾ എനിക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടമായത് കൊണ്ടായിരിക്കാം കുറച്ചുകൂടെ എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നി. ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇളക്കി എടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് കിട്ടണം. ആ സമയത്താണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത്. ആദ്യം തന്നെ പറയട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകണ്ട. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കുറച്ച് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് കറികളൊക്കെ റെഡിയാക്കി എടുക്കാം, അങ്ങനെയുള്ള കുറേ വീഡിയോസൊക്കെ ചാനലിലുണ്ട്. അപ്പോൾ ആണെങ്കിൽ നിങ്ങൾ കാണാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് കയറി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കണ്ട. അതെല്ലാം കണ്ടു നോക്കിയിട്ട് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും അതും പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ചട്ടിയിൽ നമ്മൾ വെച്ച് ഇങ്ങനെ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി വെച്ചേക്കാണ്. അതുപോലെ തന്നെ ഇതൊന്ന് വെന്തും കിട്ടും നമുക്ക്. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി മറക്കരുത്. കുറച്ച് എണ്ണയിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. നോൺ സ്റ്റിക്കിലൊക്കെ പാത്രമാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പെട്ടെന്ന് അടുക്കി പിടിക്കത്തില്ല. പക്ഷേ ചട്ടിയിലൊക്കെ ആകുമ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എണ്ണയൊക്കെ നമ്മൾ കുറച്ചല്ലേ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകണ്ട. ഇപ്പോൾ ഓൾറെഡി ഈ ഒരു സവാളയൊക്കെ ആണെങ്കിൽ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി, അതുപോലെ തന്നെ 3 പച്ചമുളകാണ് ഇട്ടേക്കുന്നത്. ഒരു തക്കാളിയാണ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നമ്മൾ ഇടുന്ന സമയത്ത് ഈ തക്കാളിയുടെ കുരു നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ തക്കാളിയുടെ ആ നടുഭാഗം ഫ്ലഷ് ഉണ്ടല്ലോ, അത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുത്താലും മതി. അതുപോലെ തന്നെ തക്കാളി ആണെങ്കിൽ ഒന്ന് വെന്ത് വരുമ്പം ആ തക്കാളിയുടെ പുറം തോലുണ്ടല്ലോ, അത് എടുത്ത് കളയുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുവാണെങ്കിൽ അത് ഒരു തക്കാളിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. തക്കാളി കറികളായിട്ടൊക്കെ വെക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും കൂടുതൽ പ്രയോജനപ്പെടുന്നത്, ഉപകാരപ്പെടുകയും ഹെൽത്തിയുമാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. തക്കാളിയൊക്കെ ആണെങ്കിൽ ചെറിയ ഫ്ലെയിമിൽ വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ അതിനകത്ത് നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അത് നന്നായിട്ട് വഴണ്ട് കിട്ടും. പിന്നെ ഇടയ്ക്ക് നന്നായിട്ട് മൂടി തുറന്ന് ഇളക്കി കൊടുത്ത് പിന്നെ അടച്ചു വെച്ച് അങ്ങനെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം തന്നെ കണ്ടോ, തക്കാളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ നമ്മൾ വെള്ളമൊന്നും ഒട്ടും ഒഴിച്ച് കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. ആ ഒരു മൂടി തുറന്ന് കഴിയുമ്പോൾ നമുക്കറിയാം ഈ തക്കാളി വെന്ത് വരുന്ന സമയത്ത് നന്നായിട്ടാണെങ്കിൽ ആ തക്കാളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടാനുള്ള പരുവമാവും. അപ്പോൾ ഓൾറെഡി ഈ ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കുമ്പളങ്ങയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളായിട്ട് എടുത്തേക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് പൊടികൾ ഇട്ടേക്കുന്നത്. ഇതിൽ കൂടുതലും ഞാൻ ആഡ് ചെയ്തേക്കുന്നത് 1 സ്പൂൺ മുളക് പൊടിക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടിയാണെങ്കിലും കുറച്ച് മാത്രമേ ഇട്ടേക്കുന്നത്. ഗരം മസാലയാണെങ്കിലും ഒരു 1/2 സ്പൂണാണെങ്കിൽ ഗരം മസാല ഇട്ടിട്ടുണ്ട്.
അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ, ഈ പൊടികളുടെ പച്ചമണം എപ്പോഴും ഏത് കറികളും നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ആ പൊടികളുടെ പച്ചമണം മാറുന്നതിന് വരെ നന്നായിട്ടാണെങ്കിൽ ഒന്ന് ഇളക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാവൂ, അല്ലെങ്കിൽ ആ കറിക്ക് ഒട്ടും ടേസ്റ്റ് കാണത്തില്ല. നമ്മൾ എളുപ്പത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്നാണെങ്കിൽ ഈ ഒരു പൊടികളുടെ പച്ചമണമൊന്നും മാറാതെ തന്നെ നമ്മൾ പെട്ടെന്ന് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. നമ്മൾ പണി എളുപ്പത്തിൽ കഴിയുമ്പോൾ എന്നല്ലാതെ കറിക്ക് അധികം ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ പൊടികളൊക്കെ സെപ്പറേറ്റ് ഒരു പാത്രത്തിലോട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ കറികൾക്കൊക്കെ അതിനകത്ത് ചേർക്കാം. ആ സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അതിന് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് ഇതിപ്പുന്നുണ്ടോ ഇതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിച്ച് പോകും. അത് കാരണം കൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അധികം വെള്ളം വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പറ്റിച്ചെടുത്താൽ മതി. നല്ല റോസ്റ്റ് പരുവത്തിൽ നമുക്കിത് കിട്ടും. അതിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം തിളപ്പിച്ച വെള്ളമാണ്. നല്ല തിളച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കറിയാണെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ കറിയൊക്കെ റെഡിയാക്കുന്ന നമ്മൾ ഈ വഴറ്റാനൊക്കെ ഇടുന്ന സമയത്ത് വെള്ളമൊക്കെ ചൂടാക്കാൻ വെക്കുക. അന്നേരം ഇതൊന്ന് വഴറ്റി എല്ലാം വന്നു കഴിയുമ്പോഴത്തേന് വെള്ളവും ചൂടാക്കി കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞ് അത് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെയ്യാം. അപ്പം നമുക്ക് കറിയൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് വീണ്ടും ഞാൻ പറയട്ടെ, ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവരൊക്കെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകണ്ട. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഈ സമയത്ത് ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ വഴറ്റി എടുക്കുന്ന സമയത്തല്ലേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ നോക്കിയ സമയത്ത് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇപ്പം നമ്മൾ കറിയിലാണെങ്കിൽ നമ്മൾ കടുക് പൊട്ടിച്ചായതുകൊണ്ട് വീണ്ടും ഞാൻ കടുക് പൊട്ടിച്ചെടുക്കുന്നില്ല. നമുക്ക് ലാസ്റ്റ് കടുക് പൊട്ടിച്ച് എടുക്കണമെങ്കിൽ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി എടുത്തിട്ട് ലാസ്റ്റ് കറിയെല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് പിന്നീട് കടുക് താളിച്ചാലും മതി. പക്ഷേ എപ്പോഴും ഞാൻ നേരത്തെയും കറികളൊക്കെ വെക്കുന്ന സമയത്ത് പറയാറുണ്ട്, കറിയെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റിൽ കടുക് താളിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ടും കറിക്കൊരു പ്രത്യേക രുചിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനത്തെ കറികളാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എടുത്താലും നല്ലതായിരിക്കും കേട്ടോ. പിന്നെ എളുപ്പ വഴിയാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കടുവെല്ലാം പൊട്ടിച്ച് പെട്ടെന്ന് തന്നെ ഇനിയിപ്പം പണികളൊന്നും ഇല്ലല്ലോ. കറിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേന് ഒരു കറിവേപ്പിൻ തണ്ടൂടെ ഇട്ട് കൊടുത്തു. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കായാലും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ദോശയുടെ കൂടെയൊക്കെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് പോകുന്നൊരു ഈസി കറിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകണ്ട. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. ബൈ ബൈ.